ചട്ടലംഘനം ഒഴിവാക്കാൻ കേരള സർവകലാശാല വിസിയുടെ അസാധാരണ നീക്കം സെനറ്റ് യോഗത്തിനു മുൻപ് സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചു. ഒക്ടോബർ 4-നാണ് സ്പെഷ്യൽ സെനറ്റ് യോഗം ചേരുക. നവംബർ 1-ന് വിളിച്ച സെനറ്റ് യോഗം ചട്ടവിരുദ്ധമാകുമെന്ന് മുന്നിൽ കണ്ടാണ് നീക്കം. 24 ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ 4 മാസത്തിലൊരിക്കൽ ചേരണം എന്നാണ് ചട്ടം. പക്ഷേ അത് ആ സമയപരിധിയും മറികടന്നാണ് പുതിയ തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. അത് ചട്ടവിരുദ്ധമാകും എന്ന് മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഒരു അസാധാരണ നീക്കത്തിലേക്ക് വി സി കടക്കുന്നത്. എന്താണ് വി സി ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്? ഈ വി സിയുടെ തുടർ നീക്കങ്ങൾ ഇതിലെങ്ങനെയാണ് ഉമേഷ് ബാലകൃഷ്ണൻ? നേരത്തെ നവംബർ 1-നാണ് സെനറ്റ് യോഗം ചേരാൻ തീരുമാനിച്ചത്. അത് ഗവർണർ പങ്കെടുക്കുക, അതുകൊണ്ടാണ് നവംബർ 1-ലേക്ക് സെനറ്റ് യോഗം തീരുമാനിക്കുകയും ചെയ്തത്. അതായത് ഗവർണർക്ക് വേണ്ടിയാണ് ഈ ഒരു 4 മാസത്തിലൊരിക്കൽ സെനറ്റ് യോഗം കൂടണമെന്നുള്ള ചട്ടം ലംഘിച്ചുകൊണ്ട് നവംബർ 1-ലേക്ക് സെനറ്റ് യോഗം നീട്ടിവെച്ചത്. എന്നാൽ അതിനെതിരെ സെനറ്റ് അംഗങ്ങൾ കോടതിയിൽ പോകുമെന്ന് ഉറപ്പായതോടുകൂടി തിരിച്ചടി കിട്ടുമെന്ന് ഭയന്നാണ് ഇപ്പോൾ ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗം ചേരാൻ വി സി തയ്യാറായിരിക്കുന്നത്. ഒക്ടോബർ 4-ന് സ്പെഷ്യൽ സെനറ്റ് യോഗം വിളിച്ചിരിക്കുന്നു. സെനറ്റ് അംഗങ്ങൾക്ക് ഇക്കാര്യങ്ങളുടെ അറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ അജണ്ട ഓൾറെഡി തീരുമാനിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു. ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ വിതരണത്തിന് വേണ്ടി മാത്രമായി ഒരു സെനറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നു. അത് ഒക്ടോബർ 4-ന് നടക്കും. ഒക്ടോബർ 4-ന് ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗം ചേരുന്നതോടുകൂടി നവംബർ 1-ന് സെനറ്റ് യോഗം ചേരുമ്പോൾ അതിനൊരു നിയമപ്രശ്നം വരില്ല എന്നുള്ളതാണ് വി സിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചന. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് വി സി കടന്നത്. നേരത്തെ നവംബർ 1-ന് സെനറ്റ് യോഗം വിളിച്ചാൽ അത്തരത്തിൽ 4 മാസം കഴിയും. കാരണം ഒക്ടോബർ 17-ന് മുൻപ് സെനറ്റ് യോഗം വിളിക്കണം. കഴിഞ്ഞ 4 മാസം മുൻപ് 4 മാസം പൂർത്തിയാകണമെങ്കിൽ അത് ഒക്ടോബർ 17-ന് മുൻപ് വിളിക്കണം. അത്തരത്തിൽ അത് കഴിഞ്ഞ് നവംബർ 1-ലേക്ക് മാറ്റിയപ്പോൾ സ്വാഭാവികമായി സെനറ്റ് അംഗങ്ങൾ, പ്രത്യേകിച്ച് ഇടത് സെനറ്റ് അംഗങ്ങൾ കോടതിയിൽ പോകാൻ തീരുമാനിച്ചിരുന്നു. കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഒരു ഭയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ സ്പെഷ്യൽ സെനറ്റ് യോഗത്തിലൂടെ ഈ നിയമ നടപടി ഉണ്ടാകുകയാണെങ്കിൽ അത് മറികടക്കാനുള്ള ഒരു തന്ത്രം വി സി ഇപ്പോൾ പയറ്റിയിരിക്കുന്നത്. ഒക്ടോബർ 4-ന് സ്പെഷ്യൽ സെനറ്റ് യോഗം ചേരും. നവംബർ 1-ലെ സെനറ്റ് യോഗം, അതിൽ ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. ആ സെനറ്റ് യോഗത്തിന് മാറ്റവുമില്ല. ഈ രീതിയിലാണ് ഒരു അസാധാരണ നീക്കം വി സി നടത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന രഞ്ജിത്ത് വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.